ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 32-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ജീവന്റെ പുനർജന്മാദി ക്ലേശങ്ങളെക്കുറിച്ച്, ജീവൻ വീണ്ടും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുമ്പോൾ മുതലുള്ള ക്ലേശങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഭാഗങ്ങളിൽ വിവരിച്ചിരുന്നത്. ഇന്ന് 65-ാമത്തെ ഭാഗമാണ്. പുണ്യലോകങ്ങളിലേക്ക് പോകുന്ന ആ ജീവന്റെ നശ്വരത. ഇവിടുന്ന് ശരീരം ഉപേക്ഷിച്ച് അധോലോകങ്ങളിലേക്ക്, നരകലോകങ്ങളിലേക്ക് പോകുന്ന ജീവന്റെ അവസ്ഥയെക്കുറിച്ച് മുൻപ് വിശദമായി ഓരോ വീഡിയോയിലും ചർച്ച ചെയ്തിരുന്നു. ഇനിയും ഉയർന്ന ലോകങ്ങളിലേക്ക്, ഊർധ്വലോകങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്ന നശ്വരതയെക്കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത്. കപില വാസുദേവൻ ദേവഹൂതിയാകുന്ന തൻ്റെ അമ്മയോട് ഉപദേശിക്കുകയാണ്. തുടർന്നും ഉപദേശിക്കുന്നു. ധർമ്മ അർത്ഥ കാമങ്ങളെ സമ്പാദിച്ചും അനുഭവിച്ചും കഴിയുന്ന ഗൃഹസ്ഥന്മാരും ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. പലവിധ ആഗ്രഹങ്ങളെ കൊണ്ട് മനസ്സു ദുഷിച്ച അവർ ഭഗവത് ഭജനത്തിൽ നിന്ന് വിമുഖരായി ദേവന്മാരെ യാഗങ്ങളെ കൊണ്ടും പിതൃക്കളെ ശ്രാദ്ധങ്ങളെ കൊണ്ടും ആരാധിക്കുന്നു. ഈ ലോകത്തിലെ ജീവിതം സുഖകരമായി തീരണമെന്നും മരണശേഷം സ്വർഗസുഖം അനുഭവിക്കണം എന്നുമുള്ള ആഗ്രഹമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രം സാധിക്കുന്ന ഈശ്വര ആശ്രയത്തിൽ അവർ വ്യാപരിക്കാത്തത് ദേഹ സുഖം മൂലമാണ്. ദേവന്മാരെയും പിതൃക്കളെയും ശ്രദ്ധയോടുകൂടി ആരാധിക്കുന്നവർ മരണാനന്തരം ചന്ദ്രലോകത്തിൽ എത്തിച്ചേർന്ന് അമൃതപാനം തുടങ്ങിയ സുഖാനുഭവങ്ങളിൽ മുഴുകി കുറച്ചു കാലം കഴിയുന്നു. ദേവന്മാരെയും പിതൃക്കളെയും ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നവർ ചന്ദ്രലോകത്തിലാണ് എത്തുന്നത്. അവിടെ അവരുടെ ആ പുണ്യം കുറച്ചു കാലം കഴിച്ചിട്ട് വീണ്ടും അവർ മറ്റു ലോകങ്ങളിലേക്ക് എത്തുന്നു. പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ അവർ മനുഷ്യലോകത്തിൽ വന്ന് വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ശ്രീനാരായണൻ ആദിശേഷനിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന ആ പ്രളയകാലത്ത് പുണ്യകർമ്മ ഫലങ്ങളെ തരുന്ന ലോകങ്ങളെല്ലാം നശിക്കും. വർണ്ണാശ്രമധർമ്മങ്ങളെ ഈശ്വരപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ആ കർമ്മയോഗത്തെ ചെയ്യുന്നവരും മനസ്സിനെ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കുന്ന ധർമ്മത്തെ ആചരിക്കുന്നവരും ഞാൻ എന്നും എൻ്റേത് എന്നുമുള്ള ഭാവം അകന്നവരും ധർമാചരണത്താൽ സത്വഗുണം വളർന്നവരുമായ സാധകന്മാർ മരണാനന്തരം സൂര്യമാർഗം, അതായത് ദേവയാനത്തിലൂടെ സൂര്യമാർഗത്തിലൂടെ സഞ്ചരിച്ച് സർവത്ര നിറഞ്ഞിരിക്കുന്നവനും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, നാശം ഇവയ്ക്ക് കാരണഭൂതനും പ്രകൃതിയുടെ നിയന്താവുമായ ഈശ്വരനെ പ്രാപിച്ച് മുക്തരായിത്തീരുന്നു. എങ്ങനെയുള്ളവരാണ് മുക്തരായിത്തീരുന്നത്? വർണ്ണാശ്രമധർമ്മങ്ങളെ, അതായത് 4 ആശ്രമങ്ങളെ ഈശ്വരപ്രീതിക്കായി അനുഷ്ഠിക്കുന്നു. എല്ലാ ആശ്രമങ്ങളും, ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെയുള്ള 4 ആശ്രമങ്ങളും ചെയ്യുന്നത് ഭഗവാന്റെ പ്രീതിക്കാണ്. ഗൃഹസ്ഥാശ്രമിയും ഭഗവത് പ്രീതിക്ക് വേണ്ടി അവനവൻ്റെ കർമ്മങ്ങളെ ചെയ്യുന്നു. അങ്ങനെ കർമ്മത്തെ ചെയ്യുന്നവരും മനസ്സിനെ സംസാരത്തിൽ നിന്ന്, ഭൗതികത്തിൽ നിന്ന് നിവർത്തിച്ച് ആ ധർമ്മത്തെ ആചരിക്കുന്നവരും ഈ സംസാര കർമ്മങ്ങൾ തൻ്റെ മുജ്ജന്മ കർമ്മങ്ങളുടെ ഫലം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഈ കർമ്മം മാത്രമല്ല തൻ്റെ ലക്ഷ്യമെന്നും മനസ്സിലാക്കി ധർമ്മം ആചരിക്കുന്നവരും ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവം അകന്നവരും ധർമാചരണത്തിൽ ധർമ്മമാചരിച്ച് സത്വഗുണത്തിൽ മനസ്സുറച്ചു വരുന്നവരും മരണാനന്തരം സൂര്യമാർഗത്തിലൂടെയാണ് അവർ സഞ്ചരിച്ച്
ചന്ദ്രമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, ആദ്യം പറഞ്ഞു, ചന്ദ്രലോകത്തെത്തുന്നവർ പുണ്യങ്ങൾ നശിച്ചു കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു. എന്നാൽ ആ സൂര്യമാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരിക്കലും നാശമില്ലാത്ത പ്രകൃതിയുടെ നിയന്താവായ സർവകാരണഭൂതനായ ആ ഭഗവാനിലെത്തി മുക്തനായിത്തീരുന്നു. ബ്രഹ്മദേവനെ സർവേശ്വരനായി ഉപാസിക്കുന്നവർ മരണാനന്തരം ആ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു, അതായത് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രളയകാലം വരെ അവിടെ താമസിക്കുന്നു. മനുഷ്യരുടെ 360 സംവത്സരങ്ങൾ, അതായത് ഒരു വർഷം കൂടുന്ന കാലമാണ് ഒരു ദിവ്യ സംവത്സരം. 360 സംവത്സരം, 360 സംവത്സരം എന്ന് വെച്ചാൽ അത്രയും വർഷങ്ങൾ. മനുഷ്യൻ്റെ 360 വർഷങ്ങൾ കൂടുന്നതാണ് ഒരു ദേവന്മാരുടെ ഒരു ദിവ്യ സംവത്സരം, ദേവന്മാരുടെ ഒരു വർഷം. 12,000 ദിവ്യ സംവത്സരങ്ങളാണ് കൃതം, ത്രേത, ദ്വാപരം, കലി എന്ന ചതുർയുഗത്തിൻ്റെ കാലം. 2000 ചതുർയുഗങ്ങളാണ്, അതായത് 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മദേവൻ്റെ ഒരു പകല്, വീണ്ടും 1000 കഴിയുമ്പോൾ ഒരു രാത്രി. അപ്പോഴാണ് ഒരു ദിവസം, ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം പൂർണ്ണമാകുന്നത്. അങ്ങനെ 360 ദിവസങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മദേവന് ഒരു വയസ്സാകും. 365 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു വയസ്സാകുന്നത് പോലെ ബ്രഹ്മദേവന് 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം, 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഒരു പകല്. അങ്ങനെ 2000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം കഴിയും. അപ്പോൾ ബ്രഹ്മദേവൻ ഒരു വയസ്സേ ആവുകയുള്ളൂ. അങ്ങനെ 360 ദിവ്യ സംവത്സരങ്ങൾ കഴിയുമ്പോൾ ആകുമ്പോഴാണ് ബ്രഹ്മദേവൻ്റെ 100 വയസ്സ് പൂർത്തിയാകുന്നത്. അങ്ങനെ ബ്രഹ്മദേവന് ആ കണക്കനുസരിച്ച് 100 വയസ്സാണ് ബ്രഹ്മദേവൻ്റെ ആയുസ്. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു, മനസ്സ്, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിഷയങ്ങൾ, ഇവയെല്ലാം കൂടിച്ചേർന്ന ബ്രഹ്മാണ്ടമാണ് ബ്രഹ്മദേവൻ്റെ ശരീരം. മുകളിൽ പറഞ്ഞ വിധത്തിലുള്ള 100 വയസ്സ് തികയുമ്പോൾ, അതായത് 1000 ചതുർയുഗ ഒരു പകല്, 1000 ചതുർയുഗ ഒരു രാത്രി, അങ്ങനെ 2000 ചതുർയുഗങ്ങൾ വെച്ചാൽ 4 യുഗങ്ങൾ 2000 പ്രാവശ്യം വരുമ്പോൾ ബ്രഹ്മദേവൻ്റെ ഒരു ദിവസമേ ആകുന്നുള്ളൂ. അങ്ങനെ 360 ചതുർയുഗങ്ങൾ കഴിയുമ്പോഴാണ് ബ്രഹ്മദേവൻ ഒരു വയസ്സാകുന്നത്. അങ്ങനെ 100 വയസ്സ് കഴിയുമ്പോൾ ബ്രഹ്മദേവൻ്റെ ആയുസ് അവിടെ തീരുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ്റെ ആയുസ് 360 ദിവസങ്ങൾ ദിവസംവത്സരം കൂടി വന്നു കഴിയുമ്പോൾ 100 വയസ്സ് തികയുമ്പോൾ ബ്രഹ്മദേവൻ ബ്രഹ്മാണ്ഡമാകുന്ന ശരീരത്തെ തനിക്ക് കാരണമായ പരമാത്മാവിൽ ലയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മദേവനെ ഉപാസിച്ച് സത്യലോകത്തിൽ എത്തിച്ചേർന്നവരും ബ്രഹ്മാവ് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനിൽ ലയിക്കുന്ന ആ പ്രാകൃതിക പ്രളയത്തിൽ പരമാത്മാവിൽ ലയിച്ച് മുക്തരായിത്തീരുന്നു. ഇതിനെ ക്രമമുക്തി എന്നാണ് പറയുന്നത്. ബ്രഹ്മദേവൻ ആ 100 സംവത്സരങ്ങൾ, ദിവ്യ സംവത്സരങ്ങൾ പൂർത്തിയാക്കി തനിക്ക് കാരണമായ പരമാത്മാവിൽ തൻ്റെ ആ ബ്രഹ്മാണ്ടത്തെ ലയിപ്പിക്കുമ്പോൾ ബ്രഹ്മദേവനെ ഉപാസിച്ച് സത്യലോകത്തിൽ എത്തിച്ചേർന്നവരും ആ പരബ്രഹ്മ സ്വരൂപമായ ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. അതിനെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. ഈ പ്രാകൃതിക പ്രളയത്തിൽ പരമാത്മാവിൽ ലയിച്ച് മുക്തരായി തീരുമ്പോൾ അതിനെ ക്രമമുക്തി എന്ന് പറയുന്നു. എന്നാൽ വീണ്ടും ബ്രഹ്മദേവൻ്റെ 100 വയസ്സ് കഴിഞ്ഞ് ബ്രഹ്മദേവൻ പരമാത്മാവിൽ ലയിച്ചതിന് ശേഷം വീണ്ടും ഈ പ്രാകൃതിക പ്രളയത്തിന് ശേഷം വീണ്ടും സൃഷ്ടി ആരംഭിക്കും. അപ്പോൾ ഈ ബ്രഹ്മദേവനോടൊപ്പം ലയിച്ചു ചേർന്ന ആത്മാക്കളും വീണ്ടും പുനർജനിക്കുക തന്നെ ചെയ്യും. ബ്രഹ്മാണ്ടത്തിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സ്ഥാനമാണ് ഈ ബ്രഹ്മദേവന്റെ വാസസ്ഥാനമായ സത്യലോകം. അതിനും പ്രാകൃതിക പ്രളയത്തിൽ നാശമുണ്ട്. പരമാത്മാവ് മാത്രമാണ് നാശമില്ലാത്തവൻ. അതിനാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാത്മസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാനെ
അല്ലയോ അമ്മേ, അമ്മ നിഷ്കളങ്ക ഭക്തിയോടെ സർവാത്മനാ ശരണം പ്രാപിക്കണം. സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ എല്ലാ ജീവജാലങ്ങൾക്കും ആദിയിലുള്ളവനും വേദത്തിൻ്റെ ആദിയിലെ ഉപദേഷ്ടാവും സകല കർമ്മങ്ങളും നിസ്സംഗനായി ചെയ്യുന്നവനുമാണെങ്കിലും ഭേദഭാവേന തീരെ നശിക്കാത്തതിനാൽ പ്രാകൃതിക പ്രളയകാലത്ത് ബ്രഹ്മദേവൻ സഗുണ ബ്രഹ്മത്തിൽ ലയിക്കുകയും സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. അതിനാൽ ബ്രഹ്മപദവി വരെയുള്ള എല്ലാറ്റിലും വൈരാഗ്യം ദൃഢമാക്കി തീർത്താൽ മാത്രമേ ഭേദഭാവന അകന്ന് പരമാത്മാവായ ഭഗവാനെ പ്രാപിച്ച് മുക്തി നേടുവാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ അമ്മയോട് ഉപദേശിക്കുകയാണ്. കപില ഭഗവാൻ ദേവഹൂതിയോട് ഉപദേശിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവനെ, അതായത് സത്യലോകം വരെയും നാം പോയാലും പ്രാകൃതിക പ്രളയത്തിന് ശേഷം വീണ്ടും നാം ജനിക്കുന്നു. അപ്പോൾ ഒരിക്കലും ജനിക്കാത്ത പരമമായ ആ മുക്തി ലഭിക്കുവാൻ നാം എല്ലാറ്റിൻ്റെയും കാരണഭൂതനായ ആ പരബ്രഹ്മ, ഒരിക്കലും നശിക്കാത്ത ആ സഗുണ ബ്രഹ്മത്തിനെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ശാരീരിക സുഖങ്ങളിൽ ആസക്തരും ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കഴിയുന്നവരുമായ ഗൃഹസ്ഥന്മാർ രജോ ഗുണം കൊണ്ട് മനസ്സ് ദുഷിച്ചവരും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്തവരുമായി പിതൃക്കളെ ശ്രാദ്ധം, തർപ്പണം എന്നിവയാൽ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നു. ധർമ്മ അർത്ഥ കാമങ്ങളിൽ മാത്രം ആസക്തരായ അവർക്ക് ഭഗവത് കഥകളിൽ താല്പര്യം തോന്നുന്നില്ല. അമൃതതുല്യങ്ങളായ ഭഗവത് കഥകളെ ഉപേക്ഷിച്ച് തങ്ങളെ വിഷയാസക്തരാക്കി തീർത്ത് അധപ്പതിപ്പിക്കുന്ന പ്രാകൃത കഥകളെ കേൾക്കുന്നവർ അമൃതിനെ ഉപേക്ഷിച്ച് മലിന പദാർത്ഥങ്ങളെ അനുഭവിക്കുന്ന മൃഗങ്ങളെ പോലെ നികൃഷ്ടരാണ്. മരണശേഷം അവർ ദക്ഷിണായന മാർഗത്തിലൂടെ പിതൃലോകത്തിൽ എത്തിച്ചേർന്ന് കുറച്ചു കാലം അവിടെ സുഖം അനുഭവിക്കുകയും പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഭൂമിയിൽ വന്ന് പിറക്കുകയും ചെയ്യുന്നു. വീണ്ടും കർമ്മം ചെയ്തും ഫലം അനുഭവിച്ചും ജനിച്ചും മരിച്ചും സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരവും ശാരീരിക സുഖങ്ങളും നശ്വരങ്ങളാണെന്ന് വിചാരം ചെയ്തറിഞ്ഞ് അവയെ സമ്പാദിക്കുവാനുള്ള ലൗകികങ്ങളും വൈദികങ്ങളുമായ സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ശരീരാഭിമാനത്തെ നിശേഷമകറ്റി ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അമ്മയോട് കപില ഭഗവാൻ ഉപദേശിക്കുന്നു. പരമാത്മാവായ ഭഗവാൻ മാത്രമേ നാശരഹിതനായിട്ടുള്ളൂ. അതിനാൽ അമ്മ നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ ആശ്രയിക്കൂ. ഭഗവാനിൽ ഭക്തിയോഗത്തെ വളർത്താൻ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വൈരാഗ്യമുണ്ടാവും. വൈരാഗ്യം ദൃഢമായി തീർന്നാൽ ജ്ഞാനം പ്രകാശിക്കും. ജ്ഞാനം കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അറിയുമ്പോൾ ചിലത് പ്രിയപ്പെട്ടവയെന്നും ചിലത് അപ്രിയമായതെന്നും ഉള്ള തോന്നൽ ഇല്ലാതായാൽ ചിത്തം ശുദ്ധമായി തീർന്നു എന്ന് മനസ്സിലാക്കാം. ശുദ്ധമായി തീർന്ന ചിത്തം നിസ്സംഗവും എല്ലാറ്റിനെയും സമഭാവനയിൽ കാണുവാൻ കഴിയുന്നതുമായി തീരും. അങ്ങനെ തോന്നുന്നതിനെയും ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതായിത്തീരുന്ന ആ ചിത്തം, അതായത് എല്ലാം സമഭാവനയിൽ കാണുകയും അങ്ങനെ ഒന്നായി തോന്നുന്നതിനെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ഒന്നും തീരാതെ അങ്ങനെ ചെയ്യാത്ത ആ ചിത്തം ആത്മാവിൽ ലയിച്ചൊന്നായി തീരും. അതായത് ഒരു തിരകളുമില്ല, ഒരു ചിന്തകളുമില്ലാത്ത, ഒരു ചലനമില്ലാത്ത മനസ്സ്. പിന്നെ അവിടെ ഒന്നും കടന്നു വരാനില്ല. അതപ്പോൾ ആ ആത്മാവിൻ്റെ സ്വഭാവമായ ശാന്തതയിൽ ലയിച്ച് മനസ്സൊന്നായിത്തീരും. ജ്ഞാനസ്വരൂപനും പരമാത്മാവുമായ ഭഗവാൻ തന്നെയാണ് ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളായിട്ടും ബാഹ്യപ്രപഞ്ചമായിട്ടും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അതിനാൽ യോഗ അനുഷ്ഠാനം കൊണ്ട് സാധിക്കേണ്ട പ്രയോജനം മനസ്സിൻ്റെ നിസ്സംഗതയാണ്. സ്വയം പ്രകാശസ്വരൂപിയായ പരമാത്മാവ് ആദ്യം മഹത്തത്വമായും പിന്നീട് സാത്വികം, രാജസം, താമസം എന്നീ അഹങ്കാരമായും ആകാശാദി പഞ്ചഭൂതങ്ങൾ, മനസ്സ് എന്നിവയായും ലോകത്തിൽ കാണപ്പെടുന്നു. ശ്രദ്ധയോടും വൈരാഗ്യത്തോടും ഭക്തിയോടും കൂടിയ യോഗ അനുഷ്ഠാനം കൊണ്ട് മനസ്സ് നിസ്സംഗമായി തീർന്ന് അടങ്ങിയാൽ പരമാത്മാവ് തന്നെയാണ് പ്രപഞ്ചകാരേണ തോന്നപ്പെടുന്നതെന്ന തത്വം അനുഭവവേദ്യമായി മാറും. ഇപ്രകാരം ഞാൻ അമ്മയ്ക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന പ്രകൃതിയുടെയും പുരുഷന്റെയും ലക്ഷണം വിവരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു. മനസ്സിനെ പരമാത്മാവായ എന്നിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനയോഗത്തെയും മനഃശുദ്ധിക്ക് അത്യന്താപേക്ഷിതമായ നിർഗുണ ഭക്തി യോഗത്തെയും ഉപദേശിച്ചു തന്നു. ഇവയാൽ ജ്ഞാനം, യോഗം, ഭക്തി ഈ 3 കാര്യങ്ങളാണ് ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഇവയാൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തന്നെ ഭഗവാനെ അറിഞ്ഞ് പ്രാപിക്കാൻ കഴിയും. ഒരേ വസ്തുവിനെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഓരോ സ്വരൂപത്തിൽ ബോധിക്കുന്നത് പോലെയാണ് ഓരോ ഭഗവാനെ പല ശാസ്ത്രങ്ങളും പല രൂപത്തിൽ പ്രതിപാദിക്കുന്നത്. പരോപകാര പ്രവർത്തികൾ, യജ്ഞങ്ങൾ, ദാനം, തപസ്, വേദപാരായണം, തത്വവിചാരം, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കൽ, സർവകർമ്മ പരിത്യാഗം, അഷ്ടാംഗയോഗം, ഭക്തിയോഗം, മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കുന്ന നിവൃത്തിധർമ്മം, ആത്മതത്വബോധം, ദൃഢമായ വൈരാഗ്യം, ഇവ കൊണ്ട് സ്വയം പ്രകാശസ്വരൂപിയും സകല ഗുണങ്ങളുടെയും ഉറവിടവും ത്രിഗുണാതീതനുമായ ഭഗവാനെ പ്രാപിക്കുവാൻ കഴിയും. ഭക്തിയോഗത്തിൻ്റെ 4 സ്വരൂപങ്ങളാണ് താമസം, രാജസം, സാത്വികം, നിർഗുണം. ഇത് കാലത്തിൻ്റെ പ്രഭാവം, ജീവന്റെ സംസാരഗതി എന്നിവയെയും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അവിദ്യയിൽ മുഴുകിക്കഴിയുന്ന ജീവന് ഒരിക്കലും ആത്മസ്വരൂപത്തെ അറിയുവാൻ കഴിയുകയില്ല. ഈ ഉപദേശം ദുഷ്ടന്മാർക്കും വിനയമില്ലാത്തവർക്കും ഗർഭിഷ്ഠന്മാർക്കും ധാർമ്മികമായി അഭിനയിക്കുന്നവർക്കും വിഷയാസക്തർക്കും ഗൃഹത്തിൽ ദൃഢമായി ഉറച്ച മനസ്സോടുകൂടി ഇരിക്കുന്നവർക്കും എന്നിൽ ഭക്തിയില്ലാത്തവർക്കും ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും ഒരിക്കലും ഉപദേശിക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ യോഗമാർഗങ്ങളൊന്നും, ജ്ഞാനം, ഭക്തി, കർമ്മം, ഈ യോഗങ്ങളൊന്നും ആർക്കൊക്കെയാണ് ഭഗവാൻ പറയുന്നത് ഉപദേശിക്കുന്നത്? ദുഷ്ടന്മാർക്ക്, വിനയമില്ലാത്തവർക്ക്, ഗർഭിഷ്ഠന്മാർക്ക്, ധാർമ്മികരായി അഭിനയിക്കുന്നവർക്ക്, വിഷയാസക്തരായിരിക്കുന്നവർക്ക്, സ്വന്തം ഗൃഹത്തിൽ ദൃഢമായി ഉറച്ച മനസ്സോടെ ഇരിക്കുന്നവർക്ക്, ഭഗവാനിൽ ഭക്തിയില്ലാത്തവർക്ക്, ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ആർക്കും ഒരിക്കലും ഈ ഭഗവാന്റെ ധർമ്മങ്ങൾ ഉപദേശിക്കരുത്. ശ്രദ്ധയും ഭക്തിയുമുള്ളവർക്കും വിനയമുള്ളവർക്കും അസൂയയില്ലാത്തവർക്കും ജീവജാലങ്ങളിൽ സ്നേഹമുള്ളവർക്കും ശാന്തമായ മനസ്സോടു കൂടിയവർക്കും മാത്സര്യമില്ലാത്തവർക്കും ശുദ്ധന്മാർക്കും ഈശ്വരനായ എന്നിൽ ഉറച്ച സ്നേഹമുള്ളവർക്കും ഉപദേശിച്ചു കൊടുക്കുകയും വേണം. എൻ്റെ ഈ ഉപദേശത്തെ ശ്രദ്ധയോടെ കേൾക്കുകയോ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയോ ചെയ്യുന്നവർ പോലും പരമാത്മാവായ എന്നെ പ്രാപിച്ച് മുക്തരായിത്തീരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ കപിലൻ അമ്മയോടുള്ള ഉപദേശത്തെ ഉപസംഹരിച്ചു. അപ്പോൾ ഇത്രയും ആണ് കപില ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ജീവൻ മുക്തി നേടുവാനുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അമ്മയെ സഫലീകൃതമായ ജീവിതത്തിനുടമയാക്കി മാറ്റുന്നത്. ഇനി അടുത്ത അധ്യായം 33 അധ്യായമാണ്, തൃതീയ സ്കന്ധം. അത് ദേവഹൂതിയുടെ മുക്തിയാണ്. ഇത്രയുമൊക്കെ കാര്യങ്ങൾ അതും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുകയല്ല, സാക്ഷാൽ ഭഗവാൻ ശ്രീ കപില വാസുദേവനായി അവതരിച്ച്, അത് സ്വന്തം മകനാണെങ്കിലും ഭഗവാനായിട്ട് തന്നെയാണ് ആരാധിച്ച് പൂജിക്കുന്ന ആ കുട്ടിയെ. അപ്പോൾ അത്രയും സാത്വികനായ, ഒന്നിലും ഒരു
ബന്ധമില്ലാതെ ഒരു ജീവൻ മുക്തിയോടുകൂടിയാണ് ആ കുഞ്ഞിന്റെ ജനനം. അങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ അവനവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഉപദേശം ലഭിക്കുവാൻ ഒരു ഗുരുവിനെ, അതും അനുഭവസ്ഥനായ ജ്ഞാനിയായ പരമമായ ചൈതന്യത്തെ അറിഞ്ഞ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നത് നല്ലതാണ്. വേഗം നമുക്ക് ആ അനുഭവം ഉണ്ടാകും. അങ്ങനെയാണ് ഇവിടെ ദേവഹൂതി ജീവൻ മുക്തയായി തീരുകയാണ് ചെയ്യുന്നത് ഈ കപില ഭഗവാന്റെ ഉപദേശത്തിലൂടെ. അപ്പോൾ അതാണ് ഇനി ദേവഹൂതിയുടെ ജീവൻ മുക്തിയെക്കുറിച്ചാണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ വിവരിക്കുവാനുള്ളത്. അത് അടുത്ത ഭാഗത്തിലാകട്ടെ. എല്ലാവർക്കും ഇത് തുടർച്ചയായി കേൾക്കുകയും ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഇത് തൃതീയ സ്കന്ധമായിട്ടേ ഉള്ളൂ. ഈ ഭാഗങ്ങൾ 64-ാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി കേൾക്കുകയും അതൊക്കെ ജീവിതത്തിൻ്റെ പാഠമാക്കിയെടുക്കുകയും ചെയ്യണം. അനേകം പ്രാവശ്യം ഭാഗവതം കേൾക്കുകയും അതിൻ്റെ വായിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടും ഭാഗവത ധർമ്മമനുസരിച്ച് ജീവിക്കുവാനോ ഭഗവാനാണ് ഏക ശരണമെന്ന് ചിന്തിക്കുകയോ അങ്ങനെ ഒരു സമർപ്പണ ബുദ്ധിയും വരാത്തവർക്ക് ഈ വീണ്ടും വീണ്ടും ഭാഗവത ധർമ്മം കേട്ടത് മനസ്സിലാക്കി ഭഗവാന്റെ ചരണങ്ങളിൽ മനസ്സും ജീവിതവും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ ജീവൻ മുക്തരായി സ്വധർമ്മങ്ങൾ ഭഗവത് കർമ്മങ്ങളായി അനുഷ്ഠിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.